നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പലതരത്തിലുള്ള സമരങ്ങൾ അല്ലെങ്കിൽ കയ്യാങ്കളിയിലേക്ക് പ്രതിഷേധം പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ നേരത്തെയും കണ്ടു. കഴിഞ്ഞ ദിവസവും അത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. പുതിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് അനധികൃത നിയമനം എന്ന ഒരു ആരോപണമാണ്. സാനിറ്റേഷൻ വർക്കർമാരുടെ നിയമനം അതിനെ ചൊല്ലി കോർപ്പറേഷൻ കൗൺസിലിൽ കൗൺസിലർമാർ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. പോലീസിനെ ഉപയോഗിച്ച് പ്രതിഷേധക്കാരെ മാറ്റിയ ശേഷമായിരുന്നു കൗൺസിൽ യോഗം പിന്നെ തുടങ്ങിയത്. പ്രതിഷേധക്കാരെ പുറത്താക്കി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വിവാദ നിയമന അജണ്ട പാസാക്കി. മാത്രമല്ല ഈ വിവാദ നിയമന അജണ്ട പാസാക്കിയ ശേഷം യോഗം പിരിയുകയും ചെയ്തു. കൗൺസിൽ തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഈ പ്രതിപക്ഷ കൗൺസിൽ അംഗങ്ങൾ ഈ പ്രതിഷേധത്തിനൊക്കെ തുടക്കമിട്ടിരുന്നു. ഇവർ ഡയസിൽ കയറിയാണ്, അതായത് മേയറുടെ ഡയസിൽ കയറിയാണ് പ്രതിഷേധത്തിന് തുടക്കമിട്ടത്. പക്ഷേ ഈ ഒരു സ്ഥലത്തേക്ക്, അതായത് കോർപ്പറേഷനിലേക്ക് അരമണിക്കൂർ വൈകിയാണ് മേയർ ആര്യ രാജേന്ദ്രൻ എത്തിയതെന്നതും ഏറെ ശ്രദ്ധേയം. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിലാണ് ഇത്തരത്തിൽ സാനിറ്റേഷൻ വർക്കർമാർക്കായി ഇഷ്ടക്കാരെ തിരികെ കയറ്റി അല്ലെങ്കിൽ ഇഷ്ടക്കാർക്ക് നിയമനം നൽകി എന്നതടക്കമുള്ള ആരോപണം ശക്തമാകുന്നത്. BJP വനിതാ കൗൺസിലർമാരാണ് ഡയസിൽ കയറി പ്രതിഷേധം അറിയിച്ചത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. എന്നാൽ CPM കൗൺസിലർമാർ വാദിക്കുന്നത്, അവർ ഉന്നയിക്കുന്നത് BJP കൗൺസിലർമാരുടെ അഴിമതി അത് പ്രതിരോധിക്കുക, അത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്നാണ് CPM കൗൺസിലർമാർ വാദിക്കുന്നത്. മേയറുടെ കസേരയ്ക്ക് ചുറ്റും കൂടി നിന്ന് പ്രതിപക്ഷം തടസ്സം സൃഷ്ടിച്ചു. ഇതോടെ പോലീസും കൗൺസിലർമാരും തമ്മിൽ പിടിവലിയുണ്ടായി. മാത്രമല്ല ഉന്തും തള്ളുമുണ്ടായി. അതൊരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന സാഹചര്യമുണ്ടായി. ആകെ മൊത്തം പ്രക്ഷുബ്ധമായി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 2:15 കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രതിഷേധങ്ങൾക്കൊക്കെ തുടക്കമായത്. മേയർ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു ഇവർ എത്തിയത്. മാത്രമല്ല സാനിറ്റേഷൻ വർക്കർമാരെ നിയമിക്കാൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കമ്മീഷനോ തുടങ്ങിയ മുദ്രാവാക്യങ്ങളായിരുന്നു ഇവർ ഉയർത്തിയത്. BJP കൗൺസിലർമാർ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുന്നു. ഇതിനിടയിൽ മേയറുടെ ഡയസിൽ കയറുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. പരസ്പരം അഴിമതി മുദ്രാവാക്യങ്ങൾ, പോർവിളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ CPM അഴിമതി, BJPക്കെതിരെ, BJP അഴിമതി, CPMനെതിരെയും മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ മുദ്രാവാക്യങ്ങളിലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിൽ നിന്നിരുന്ന ഈ ഒരു പ്രകടനങ്ങൾ പിന്നീട് അത് സംഘർഷം എന്ന തരത്തിലേക്ക് നീങ്ങുകയായിരുന്നു. കൗൺസിലർമാർ തമ്മിൽ മേയറുടെ കസേരയ്ക്ക് വേണ്ടി പിടിവലിയായപ്പോഴാണ് അതൊരു സംഘർഷം എന്ന തലത്തിലേക്ക് നീങ്ങിയത്. തുടർന്ന് വനിതാ പോലീസ് എത്തിയാണ് BJP കൗൺസിലർമാരെ നീക്കം ചെയ്യാനുള്ള ശ്രമം നടത്തിയത്. ആ ഒരു ശ്രമം അവരെ മാറ്റുകയും ചെയ്തു. മാത്രമല്ല ഈ പിടിവലിക്കിടെ ഈ കസേരയുടെ പിടി ഒടിയുന്ന മേയറുടെ കസേരയുടെ പിടി ഒടിയുന്ന സാഹചര്യമുണ്ടായി. ഡയസിൽ നിന്ന് മാറാൻ കൂട്ടാക്കാത്ത കൗൺസിലർമാരെ വനിതാ പോലീസ് ബലം പ്രയോഗിച്ച് വലിച്ചിഴച്ച് മാറ്റുകയും ചെയ്തു. അതിനുശേഷമാണ് മേയർ ആര്യ രാജേന്ദ്രൻ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അകത്തേക്ക് പ്രവേശിച്ചത്. യോഗ നടപടികൾ തുടങ്ങുന്നതിനിടെയാണ് ഈ പുറത്തുനിന്ന് BJP വനിതാ കൗൺസിലർമാർ മറ്റൊരു വഴിയിലൂടെ അകത്തേക്ക് കയറുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഇവർ മേയറുടെ കാഴ്ച മറച്ചു പ്രതിപക്ഷം ഡയസിൽ കയറി ബാനർ ഉയർത്തി. ഇതോടെ ഡെപ്യൂട്ടി മേയർ PK രാജു, അതുപോലെ തന്നെ മറ്റ് CPM കൗൺസിലർമാർ ഇവരെല്ലാവരും ചേർന്ന് ഈ BJP കൗൺസിലർമാർ ഉയർത്തിയ ബാനർ വലിച്ചു കീറുന്ന സാഹചര്യമുണ്ടായി. ഇത് കൗൺസിൽ അംഗങ്ങൾ തമ്മിലുള്ള ഉന്ത് തള്ള്, അതായത് ബാനർ വലിച്ചു കീറുന്നതിനിടയിൽ തള്ളുന്നു, അതുപോലെ തന്നെ ഉന്തും തള്ളും ഉണ്ടാകുന്നു, സംഘർഷം ഉണ്ടാകുന്നു. വീണ്ടും അത്തരത്തിലൊരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ കടക്കുകയായിരുന്നു. പക്ഷേ ഇതിനിടയിലും കൗൺസിൽ നടപടികൾ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. കൃത്യമായ പരിശോധനകൾക്ക് ശേഷമാണ് നിയമന പട്ടിക തയ്യാറാക്കിയതെന്നാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗായത്രി ബാബു പ്രതികരിച്ചത്. മാത്രമല്ല ധനകാര്യം, ക്ഷേമകാര്യം, സാനിറ്റേഷൻ നിയമനം എന്നീ 3 അജണ്ടകൾ പ്രതിപക്ഷ ബഹളത്തിനിടയിലും പാസ്സാക്കുകയും ചെയ്തു. നടപടികൾ പൂർത്തിയാക്കി 3:20 കൗൺസിൽ അവസാനിച്ചത്. ഇതോടെ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധവുമായി പുറത്തേക്കിറങ്ങുന്ന സാഹചര്യമുണ്ടായി. കൗൺസിൽ യോഗത്തിനിടെ മുഴുവൻ പ്രതിഷേധമുയർത്തിയ അംഗങ്ങളാണ് കൗൺസിൽ അവസാനിച്ചു എന്നറിഞ്ഞതോടെ പ്രതിഷേധവുമായി പുറത്തേക്ക് പോകുന്ന സാഹചര്യമുണ്ടായത്. പട്ടികയിൽ ഒരു കൗൺസിലർ, മറ്റൊരു കൗൺസിലറുടെ ബന്ധു, കോർപ്പറേഷനിലെ താൽക്കാലിക ജീവനക്കാരി തുടങ്ങിയവർ പട്ടികയിലുണ്ട് എന്നാണ് BJP ആരോപിക്കുന്നത്. ഇത് ചട്ടവിരുദ്ധമാണെന്നും BJP കുറ്റപ്പെടുത്തി. വീണ്ടും നിയമന തട്ടിപ്പ് എന്ന പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. ഇത് പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെ LDFലെ വനിതാ കൗൺസിലർമാർ കൂടുകയുണ്ടായി. നിശ്ചയിച്ച സമയം കഴിഞ്ഞിട്ടും യോഗം തുടങ്ങാൻ കഴിഞ്ഞില്ല. ഇതോടെയാണ് ഭരണസമിതി പോലീസിന്റെ സഹായം തേടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. വനിതാ പോലീസ് എത്തി കൗൺസിലർമാരെ നീക്കാൻ ശ്രമിച്ചെങ്കിലും അത് അവർ ശക്തമായി പ്രതിരോധിക്കുന്നു. പിടിവലിയാകുന്നു, ഉന്തും തള്ളുമാകുന്നു. ആ തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇതിനിടെ മേയറുടെ കസേരയുടെ കൈപ്പിടി ഒടിയുന്നു. സുമി ബാലു, PV മഞ്ജു, GS ആശാനാഥ്, അർച്ചന, V മീന, ദിനേശ്, S പത്മ, U ദീപിക, O പത്മലേഖ എന്നിവരെയാണ് പോലീസ്
മാറ്റിയത് എടുത്തു മാറ്റുന്ന സാഹചര്യമുണ്ടായി. കൗൺസിൽ ഹാളിന് പുറത്തെത്തിച്ച കൗൺസിലർമാർ സംഘടിച്ച് പലതവണയാണ് തിരികെ അകത്തേക്ക് എത്തിയത്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ കളമായി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കോർപ്പറേഷൻ മാറി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതിനിടെ BJP അംഗങ്ങൾക്ക് നേരെ എസ് നിസാമുദ്ദീൻ പാഞ്ഞെടുത്തു. ആറ്റുകാൽ കൗൺസിലർ എസ് ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തെ അനുനയിപ്പിച്ചു. അതുകൊണ്ട് വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയില്ല, ഒരു സംഘർഷം ഒഴിവായി പോയി എന്ന് തന്നെ പറയാം. വിവാദ റാങ്ക് ലിസ്റ്റ് സംബന്ധിച്ച് UDF ഉയർത്തിയ ആക്ഷേപത്തിന് ആരോഗ്യ സ്ഥിര സമിതി അധ്യക്ഷ മറുപടി പറഞ്ഞു. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സംഘർഷം തന്നെയാണ് കഴിഞ്ഞ ദിവസം അതിനകത്തുണ്ടായത്. വീണ്ടും ദിവസങ്ങൾക്ക് ശേഷം ഒരു പ്രതിഷേധ കളമായി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കോർപ്പറേഷൻ മാറിയിരിക്കുകയാണ്. നേരത്തെ നമ്മൾ ഒരുപാട് ഒരു പ്രതിഷേധങ്ങളൊക്കെ കോർപ്പറേഷൻ അകത്തും അതുപോലെ പുറത്തുമൊക്കെ കണ്ട്, ഇടയ്ക്ക് ഏറ്റവും ഒടുവിലായി കണ്ടത് കോർപ്പറേഷന് മുന്നിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കി ശുചീകരണ തൊഴിലാളികൾ എത്തിയ സംഭവം. തൊഴിൽ നഷ്ടത്തിനെതിരെ 16 ദിവസമായി നടത്തുന്ന സമരം മേയർ ആര്യ രാജേന്ദ്രൻ കണ്ടില്ലെന്ന് നടിക്കുന്നു എന്ന ആരോപണമായിരുന്നു തൊഴിലാളികൾ ഉന്നയിച്ചത്. CPM-ന്റെ കൊടികളുമേന്തി പെട്രോൾ കുപ്പികളുമായി മരത്തിന് മുകളിൽ കയറി നിന്നായിരുന്നു തൊഴിലാളികൾ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. വിളപ്പിൽശാല പ്ലാന്റ് പൂട്ടിയപ്പോൾ മാലിന്യ സംസ്കരണത്തിനായി സന്നദ്ധ സേവകരുടെ അടക്കം സഹായം കോർപ്പറേഷൻ തേടി. അത്തരത്തിൽ 320ഓളം ആളുകൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി ജൈവ മാലിന്യ ശേഖരണം നടത്തുകയായിരുന്നു. എന്നാൽ ഒരു മുന്നറിയിപ്പും കൂടാതെ ഇവരെ പിരിച്ചുവിട്ടു എന്നായിരുന്നു തൊഴിലാളികൾ ആരോപിച്ചത്. തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ 16 ദിവസമായി കോർപ്പറേഷന് മുന്നിൽ കുടിൽ കെട്ടി സമരം നടത്തുകയായിരുന്നു. പക്ഷേ കോർപ്പറേഷനിൽ നിന്ന് അനുകൂല നടപടികൾ ഉണ്ടാവാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു തൊഴിലാളികൾ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. VK പ്രശാന്ത് മേയറായിരുന്നപ്പോഴായിരുന്നു ഇവരെ മാലിന്യ നിർമ്മാർജ്ജനത്തിനായി നിയോഗിച്ചത്. മേയർ ആര്യ രാജേന്ദ്രൻ വിളിച്ച ചർച്ചയിൽ ശുചീകരണ തൊഴിലാളികളാക്കാമെന്ന് ഉറപ്പ് നൽകി. എന്നാൽ ആ ഉറപ്പ് അധികാരികൾ പാലിച്ചില്ലെന്നും തൊഴിലാളികൾ ആരോപിച്ചു. തൊഴിലാളി ദ്രോഹമാണ് നടക്കുന്നതെന്നും സമരവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും തൊഴിലാളികളും അറിയിക്കുകയുണ്ടായി. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി തൊഴിലാളികളെ താഴെ ഇറക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇവരെ മാറ്റി നിർത്തി ഹരിതകർമ്മ സേനയും മറ്റ് ഏജൻസികളെയും ജൈവമാലിന്യ ശുചീകരണ പ്രവൃത്തി ഏൽപ്പിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. എന്തായാലും വലിയ രീതിയിലുള്ള സമരക്കളമായി തിരുവനന്തപുരം കോർപ്പറേഷൻ വീണ്ടും മാറുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.